കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ചിലതൊക്കെ നമുക്ക് 100% ഒഴിവാക്കേണ്ട കാര്യമാണ്. അതിനോട് യോജിക്കുന്നു. അതിനോട് യോജിക്കുന്നു. ബേസിക്കലി ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണുള്ളത് സിനിമയിൽ വരുമ്പോൾ. ഇപ്പം ഒരുപാട് പേർക്ക് ഇതുപോലത്തെ മോശം എക്സ്പീരിയൻസ് ഉള്ള അതേ ഇൻഡസ്ട്രിയിൽ തന്നെ വളരെയധികം സേഫ് ആൻഡ് സൗണ്ട് ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പേഴ്സണലി ഞാൻ എൻ്റെ ഭാഗ്യമായിരിക്കും അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഭാഗ്യമായിരിക്കും. എനിക്ക് ഇന്നേ വരെ ടു ബി വെരി ഓണസ്റ്റ് ഒരു തരത്തിലുള്ള മോശം കാര്യങ്ങളും അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ പേഴ്സണൽ അനുഭവങ്ങൾ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇനി ഇതാക്കണം എന്ന് നമുക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി നമുക്ക് എന്താ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു ചോദ്യമാണ്. ജഗദീഷ് ചേട്ടൻ എപ്പോഴെന്നുണ്ടെങ്കിലും ജഗദീഷ് ചേട്ടന്റെ ഒരു ക്യാരക്ടറിൽ പ്ലേസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്? കാര്യം ഈ രണ്ടാൾക്കാര് രണ്ട് അപ്രോച്ച് ആയിരിക്കുമല്ലോ ജഗദീഷ് ചേട്ടനോട് തരുന്നത്. അല്ല, യഥാർത്ഥത്തിൽ എനിക്ക് ഒരു ട്രാൻസിഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അമച്വർ നാടക രംഗത്തു നിന്നാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ വയലാ വാസുദേവപിള്ള സാറിന്റെ ശിഷ്യനാണ് ഞാൻ. അന്ന് ഞാൻ നാടകത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ള വളരെ ഗൗരവമുള്ള വേഷങ്ങളാണ്. അങ്ങനെയുള്ള ഒരു കോമഡി ക്യാരക്ടേഴ്സ് അല്ല. പിന്നെ സിനിമയിൽ വന്നപ്പോ ഞാൻ ഈ സീരിയസ് വേഷങ്ങളൊക്കെ വിട്ട് ആദ്യമേ കോമഡി ജോണറിലുള്ള കുറെ കഥാപാത്രങ്ങളാണ് കിട്ടിയത്. അത് സക്സസ് ആയപ്പോൾ ഇപ്പൊ തീർച്ചയായിട്ടും അതാണ് കൂടുതൽ ഭദ്രം എന്ന് കരുതി സംവിധായകർ കൂടുതൽ അത്തരം വേഷങ്ങളെ എന്നെ ഏൽപ്പിച്ചു. അപ്പൊ ഇപ്പൊ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷങ്ങളിലെല്ലാം തന്നെ എല്ലാം വളരെ സീരിയസ് എന്ന് ഞാൻ പറയില്ല, കുറച്ചൊരു ഏജ്ഡ് ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ അച്ഛനായിട്ട്, അമ്മാവനായിട്ട്, ആശാനായിട്ട് ഒക്കെ മാറിയിരിക്കുന്നു. അതിലെ ഗ്രേ ഷെയ്ഡ്സ് ഉള്ളതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു അച്ഛന്റെ റോൾസ് ഒക്കെ ഇനി വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വഴിയെ സംസാരിക്കാം. കാപ്പയിൽ എന്താണ് ശരിക്കും, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഗ്രേ ആണോ? ഈ കാപ്പയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ്. പല സാഹചര്യങ്ങളിലും പ്രമീള ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ആ തീരുമാനങ്ങൾ ചിലർ പറയും തെറ്റാണ്, ചിലർ പറയും ശരിയാണ്. പക്ഷെ എന്തായിരുന്നാലും പ്രമീളയോട് ഇഷ്ടം തോന്നും. എന്റെ ജസ്റ്റിഫിക്കേഷൻ ആണ് എന്റെ പ്രധാന കാര്യം. അപ്പൊ നമ്മള് നമുക്ക് എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് ജസ്റ്റ് എങ്ങനത്തെ 4-5 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു വഴിത്തിരിവുകൾ, അതിലെപ്പോഴാണ് നിങ്ങൾ ആ ഒരു വഴിത്തിരിവ് ഉണ്ടായതെന്നുള്ളതാണ്. ഓക്കെ, മൈൽ സ്റ്റോൺസ്. ലൈഫിൽ നമ്മൾ എല്ലാവരും നമുക്കറിയാലോ ഈ ഒരു സാധനം വന്നു കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു ജീവിതമായി മാറി, അല്ലെങ്കിൽ ഒരു ലൈഫ് പേർപ്പസ് ഉണ്ടായതെന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും എന്തായിരിക്കും? ഞാൻ പറയല്ലോ. അപ്പൊ എന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇൻ ഹരിഹർ നഗർ എന്നുള്ളൊരു ചിത്രം എനിക്കൊരു വലിയ ടേക്ക് ഓഫ് ആണ്. ഈ ഇൻ ഹരിഹർ നഗർ ഹിറ്റായപ്പോ ശ്രീ കലൂർ ഡെന്നിസും തുളസീദാസും ചേർന്ന് മിമിക്സ് പരേഡ് എന്ന ചിത്രത്തിൽ എന്നെ ഹീറോ ആക്കുകയാണ്. അപ്പൊ ഹീറോ ആക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എനിക്ക് സപ്പോർട്ടിംഗ് ആക്ടർ ആയാൽ മതി. എന്റെ ഒരു കോമേഴ്സ് അധ്യാപകൻ എന്ന നിലയിൽ റിസ്ക് എടുക്കുന്ന അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല. മറ്റേ സപ്പോർട്ടിംഗ് റോളായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അവ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ ഡെന്നിച്ചാനാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത്. അപ്പോൾ മിമിക്സ് പരേഡ് 100 days സെലിബ്രേറ്റ് ചെയ്തു. അതിന്റെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തുടർന്ന് നായകനായി കുറെ ചിത്രങ്ങൾ, അതിലെല്ലാം